തൃശൂർ നഗരത്തിൽ അപകട ഭീഷണി ഉയർത്തി തകർന്നു വീഴാറായി നിരവധി കെട്ടിടങ്ങൾ. ഒരു കെട്ടിടം പൊളിക്കുന്നതിൽ മാത്രമായി നടപടികൾ ഒതുക്കി തൃശൂർ കോർപ്പറേഷൻ. കാലാവധി കഴിഞ്ഞ അതീവ അപകടാവസ്ഥയിലുള്ള 271 കെട്ടിടങ്ങളാണ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ളത്. ഇതിലെ ഒരു കെട്ടിടം മാത്രം പൊളിച്ചു നീക്കാനാണ് കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം തയ്യാറായത്. ഇനിയും പൊളിക്കാൻ ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങൾ മൂലം ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ മറ്റു കെട്ടിടങ്ങൾ പൊളിക്കുന്നതിലേക്ക് കോർപ്പറേഷൻ കടക്കുന്നില്ല. പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. തൃശൂർ നഗരത്തിലെ കാലാവധി കഴിഞ്ഞ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിക്കാൻ കഴിഞ്ഞ മാർച്ചിൽ കോർപ്പറേഷൻ കൗൺസിൽ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. മഴ ആരംഭിച്ചപ്പോൾ കെട്ടിടങ്ങൾ ഇടിഞ്ഞും മേൽക്കൂര തകർന്നും അപകടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് കോർപ്പറേഷൻ ഉണർന്നത്. ഇതോടെ ഒരു കെട്ടിടം രാത്രിയിൽ പൊളിച്ചു നീക്കി. ഇതിനുശേഷം ഒരു നടപടികളുമില്ല. നഗരത്തിൽ പല വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് പഴയ കെട്ടിടങ്ങളിലാണ്. മുൻവശം ഭംഗിയായി അലങ്കരിച്ച ഈ സ്ഥാപനങ്ങളിൽ ദിവസവും നൂറുകണക്കിന് പേരാണ് കയറി ഇറങ്ങുന്നത്. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന കെട്ടിടങ്ങളിൽ അപകടങ്ങൾ ഒഴിവാകുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. കെട്ടിടങ്ങൾ പൊളിക്കാൻ കോർപ്പറേഷൻ തയ്യാറാവാത്തത് പലവിധ സമ്മർദ്ദങ്ങളാലാണ്. ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ തയ്യാറായില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് തൃശൂർ നഗരം സാക്ഷ്യം വഹിക്കേണ്ടി വരും. TCV തൃശൂർ.